എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ 10-60 വർഷങ്ങൾക്ക് ഒരു ഗ്രാമത്തിൽ നടന്ന കഥയാണ്. ആ കഥ അവസാനം വരെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ കഥയിലെ തമാശ മനസ്സിലാകത്തുള്ളൂ, ആ കഥയിൽ കേൾക്കുന്നതിൻ്റെ രസം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കഥ കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. അപ്പം നമുക്ക് കഥയിലോട്ട് കിടക്കാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. ഗ്രാമത്തിൽ അന്ന് മഴയൊക്കെ പെയ്ത് പല സ്ഥലങ്ങളിലും വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു. സമയം രാത്രി ഒരു 8 മണിയോടായി കാണും. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൻ്റെ അടുക്കലുള്ള 2 വീടുകൾ, അതിലൊരു വീട്ടിൽ വലിയ ഒരു വരാന്തയുടെ ഉണ്ട്. നെല്ലൊക്കെ മഴക്കാലത്ത് കൊണ്ടുവന്ന് മെതിക്കാനും നെല്ല് കൊണ്ടിടാനും ഒക്കെ ആയിട്ടുള്ള വലിയ നീളമുള്ള ഒരു വരാന്ത, ഇന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട്. ആ വരാന്തയിൽ വല്യച്ഛനിങ്ങനെ നടക്കുകയാണ്. ഞാൻ ആ വരാന്തയുടെ അരഭിത്തിയിൽ ഇരിക്കുകയാണ്. മങ്ങിയ വെളിച്ചം, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് വീടിൻ്റെ മുമ്പിൽ, അതിൽ മങ്ങിയ വെളിച്ചമുണ്ട്. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ അതുവഴി വരികയാണ്. തലയിലൊരു കൊട്ടയുണ്ട്. കൃഷിക്കാരനാണ്, കൃഷിപ്പണി, പാടത്ത് കൃഷി ചെയ്യുന്ന കൊച്ചുകാളി എന്ന പുലയനാണ് അതുവഴി വരുന്നത്. അദ്ദേഹം പാടത്തെ പണിയൊക്കെ കഴിഞ്ഞ് കടയിൽ പോയി അന്നത്തെ വൈകുന്നേരത്തേക്കുള്ള അത്താഴത്തിന് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന വഴിയാണ്. എന്നും അങ്ങനെ പോകാറുണ്ട്. അന്ന് ഷാപ്പിൽ പോയി സ്വല്പം വെള്ളമൊക്കെ അടിച്ച് ശകലം ആടിയാടിയാണ് വരുന്നത്. പൊതുവഴിയുള്ളത് ഇച്ചിരി വെള്ളം മുങ്ങി നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ തൊട്ടപ്പുറത്തൊരു ബ്രാഹ്മണ ഗ്രഹവുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാര്യത്തിൻ്റെ തൊട്ട് മുമ്പിൽ അടുത്തുള്ള മഠത്തിൽ കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മാളികയിൽ രണ്ടാമത്തെ നിലയിൽ, അന്ന് ഓടിട്ട വീട്ടിലാണെങ്കിൽ മാളികയുണ്ട്, 2 നിലയാണ്, അതുകൊണ്ട് മാളിക എന്ന് പറയും. ഓടിട്ട വീടിന് രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ പൂമുഖത്ത്, ആ മാളികയുടെ മുകളിൽ. ഈ സമയത്താണ് ഈ കൊച്ചുകാളി അതുവഴി വരുന്നത്. കൊച്ചുകാളി പൊതുവഴിയിൽ വെള്ളമായതുകൊണ്ട് ഞങ്ങളുടെ 2 പേരുടെയും പറമ്പിൻ്റെ ഇടയ്ക്ക് കൂടി കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തു കൂടിയാണ് നടന്നു പോകുന്നത്. ആ ഇടയ്ക്കുള്ള വഴി വേലിയൊക്കെ കെട്ടിയിരിക്കുക, പക്ഷേ അതിന് അന്നൊക്കെ മതിലല്ല, വേലിയ. ഇപ്പോഴും ഗ്രാമത്തിലൊക്കെ പല സ്ഥലത്തും ശീമക്കൊന്നയുടെയും പൂരിച്ചിൻ്റെയൊക്കെ കമ്പ് കൊണ്ടുള്ള വേലി, മതിൽ കുറവായി. അന്ന് ഒട്ടും കാണാറില്ലായിരുന്നു, വളരെ ചുരുക്കം. അങ്ങനെ ആ വേലിയുടെ കടമ്പയൊക്കെ കടന്ന് ആ ബ്രാഹ്മണ ഗൃഹത്തിൻ്റെ, ആ കൃഷ്ണൻ നമ്പൂതിരിയുടെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തൂടെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ ആണ് പോകുന്നത്. അങ്ങനെ നടന്നു പോവുകയാണ്. പേരപ്പനെ, എൻ്റെ വലിയച്ഛനെ കണ്ടപ്പോൾ തമ്പ്ര എന്നൊന്ന് വിളിച്ചു. എന്താ കൊച്ചുകാളി? ഓ, ഞാൻ കടയിൽ പോയതാണ് എന്ന് മറുപടിയും പറഞ്ഞു. കാരണം കൂടുതൽ വർത്താനം പറയാറില്ല, അന്ന് ഇച്ചിരി വെള്ളം അടിച്ചിരിക്കുന്നതുകൊണ്ട് ആരോടും മിണ്ടാതെ നടന്നു പോയത്. അപ്പോൾ വലിയച്ഛൻ എന്നോട് പറഞ്ഞു, അവൻ സ്വല്പം മിനുങ്ങിയിട്ടുണ്ട്, ഷാപ്പിൽ കയറി, അതുകൊണ്ടാണ് മിണ്ടാതെ പോകുന്നത്. അങ്ങനെ കൊച്ചുകാളി കൃഷ്ണൻ നമ്പൂതിരിയുടെ വീടിൻ്റെ അടുക്കളയുടെ പുറകുവശത്ത്, അപ്പം മങ്ങിയ വെളിച്ചമല്ല, അന്നൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന് ഈ വലിയ വെളിച്ചമൊന്നുമില്ല. വീടുകളിലെ ലൈറ്റിനും അത്രയ്ക്കൊക്കെ പ്രകാശമേ ഉള്ളൂ. ഒന്നാമത് മഴക്കാറുമുണ്ട്, മഴ കുറേശ്ശെ പൊടിയുന്നുണ്ടെങ്കിലേ ഉള്ളൂ, അത്ര ആണ്. ഇരുട്ടുമുണ്ട്. നമുക്കിങ്ങനെ കാണാം പോകുന്നതൊക്കെ. വളരെ നിശബ്ദമാണ്. രാത്രിയായ ഗ്രാമത്തിലൊക്കെ ആകുമ്പോൾ 8 മണിയൊക്കെ ആയിട്ട്, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ, 9:30 ആകുമ്പോൾ കൂടുതൽ കൂടി വന്നാൽ 9:30 ആകുമ്പോൾ എല്ലാവരും കിടക്കും. 8 മണിയൊക്കെ ആകുമ്പോഴേ കട അടയ്ക്കും. സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടായിരിക്കും ഷാപ്പിൽ കയറുക. അങ്ങനെ വരുന്ന വഴിക്ക് ഈ അടുക്കളയുടെ പുറകുവശത്ത് എത്തിക്കഴിഞ്ഞപ്പം കൃഷ്ണൻ നമ്പൂതിരി ആ മാളികയുടെ മുകളിൽ നിന്നുറക്കെ അതാർ എന്ന് ചോദിച്ചു. ഉടനെ കൊച്ചുകാളി പറഞ്ഞു, അടിയനാണേ. അതാർ എവിടെ പോയി? അടിയൻ കടയിൽ പോയതാണേ എന്ന് കൊച്ചുകാളി മറുപടി പറഞ്ഞു. വീണ്ടും കൃഷ്ണൻ നമ്പൂതിരി ചോദിച്ചു, എടാ അതായത് ഇവിടെ വാ. കൊച്ചുകാളി ആകെ നിന്ന് പരുങ്ങുക. ഞാനെങ്ങനെ മേളിൽ കയറിച്ചല്ലേ?
തമ്പ്രാൻ അവിടോട്ട് വിളിക്കുന്നു. തമ്പ്രാ, അടിയൻ എങ്ങനെയാ വരുന്നേ അങ്ങോട്ട്? ഒന്നാമത് വെള്ളം അടിച്ചിട്ട് നിൽക്കുക, കണ്ടാൽ വഴക്ക് പറയും. ഇനി അതിനാണോ എന്നൊരു പേടിയും കാണും. കൊച്ചുകാളി മേളിൽ പോകാതെ നിൽക്കുക. എടാ, എവിടെ പോയതാ? നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? തമ്പ്രാ, അടിയൻ കടയിൽ പോയി സാമാനങ്ങൾ മേടിച്ചുകൊണ്ട് വരുവാണേ. ഇത് കൊണ്ടുവന്നിട്ട് വേണം അടിയന് അത്താഴം ഒരുക്കാൻ. നിന്നോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറി വരാൻ? ഇയാളങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുക. ഞങ്ങൾക്കിത് കാണാം, കുറേശ്ശെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഞാനും പേരപ്പനും കുറച്ചും കൂടെ ഞങ്ങൾ നടക്കുന്ന വരാന്തയിൽ നിന്ന് ഇറങ്ങി ആ വേലിയുടെ അടുക്കൽ പതുങ്ങി നിന്ന്. എന്താ ഞങ്ങൾക്ക് കാര്യം എനിക്ക് കാര്യം മനസ്സിലായില്ല, പക്ഷേ വല്യച്ഛന് കാര്യം മനസ്സിലായി. വല്യച്ഛൻ എൻ്റെ ചെവിയിൽ വന്ന് ആ രഹസ്യം പറഞ്ഞു എന്താണെന്ന്. അത് കേട്ടപ്പോൾ എനിക്കും ചിരി വന്നു. പൊത്തി പിടിച്ച് ഞാനും ചിരിക്കാൻ തുടങ്ങി. അവിടെ ഒച്ച വെക്കരുതെന്ന് പറഞ്ഞ് ബാക്കി ഭാഗം കൂടെ കാണണ്ടേ, അതുകൊണ്ട് വല്യച്ഛൻ അങ്ങനെ ആകാംക്ഷയായിട്ട് നിൽക്കുക. നോക്കിയപ്പം ആ കൃഷ്ണൻ തിരുമേനിയുടെ ഭാര്യയും മകളും അവരുടെ അടുക്കളയിൽ എന്തോ ചെയ്യുക. അടുക്കള വശത്തോടാണല്ലോ പോകുന്നത്. അത് കാണാം, അഴിയിട്ട് അടുക്കളയിൽ മങ്ങിയ വെളിച്ചമുണ്ട്, ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് അല്ല, എൻ്റെ വെളിച്ചത്തിലല്ല, മറ്റേ അവരുടെ അടുക്കളയിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണാം അവരിങ്ങനെ അടുക്കളയിൽ നടക്കുന്നത്. അവരും ഇത് കേട്ടിട്ട് വാവത്തി നിന്ന് ഉണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാ വേണ്ട, അവിടെ നിൽക്കേ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. അയ്യോ, കൊച്ചുകാളി ആകെ അവിടെ നിന്ന് കൊട്ടയും കൊണ്ട് നിന്ന് വിറയ്ക്കുന്ന പോലെ നിൽക്കുക. അവസാനം കൃഷ്ണൻ നമ്പൂതിരി താഴെ ഇറങ്ങി വന്നു. താഴെ ഇറങ്ങി വന്നപ്പം ഭാര്യയും മോളും അടുക്കളയിൽ നിന്നിങ്ങനെ വെളിയിലോട്ട് ഏതാണ്ട് ഒളിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കൃഷ്ണൻ നമ്പൂതിരി അടുക്ക ചെന്ന് തൊട്ടിട്ട് ചോദിച്ചു, എന്താ കാര്യം? പതുക്കെ ചോദിച്ചു. ഉടനെ ഭാര്യയും മോളും കൂടെ വെളിയിലോട്ട് കൈ കാണിച്ചു. എന്താ അവിടെ? ഒന്ന് നോക്കൂ. കതവ് തുറന്ന് കൃഷ്ണൻ നമ്പൂതിരി നോക്കിയപ്പോൾ കൊച്ചുകാളി അവിടെ മുട്ടുപറച്ച് അവിടെ നിൽക്കുകയാണ്. എന്താ കൊച്ചുകാളി ഇവിടെ നിൽക്കുന്നേ? അയ്യോ, എന്നോട് തമ്പ്രാനല്ലേ പറഞ്ഞേ ഇവിടെ നിൽക്കാൻ? തമ്പ്രാൻ മേളിൽ കയറി വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാനോ? അതെ, തമ്പ്രാൻ ചോദിച്ചല്ലേ എന്നോട് എവിടെ പോവുക. ഞാൻ പറഞ്ഞു കടയിൽ പോവുക എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, തമ്പ്രാൻ ഇപ്പോഴാണ് പറഞ്ഞതൊക്കെ. എടാ, ഞാനത് നമ്മുടെ പട്ടിയില്ലേ ആധാറിനെ വിളിച്ചതാ. അവൻ എങ്ങാണ്ടൊക്കെ പാഞ്ഞു കിടക്കുക താഴെ. അവൻ മേളിലോട്ട് കയറി വരാൻ അവനെ വിളിച്ചതാ. എവിടാ പോയിരിക്കുന്നതെന്ന് ചോദിച്ചു. നീ അത് നിന്നെയാണെന്ന് വിചാരിച്ചല്ലേ? കഷ്ടമായിപ്പോയി. കൊച്ചുകാളിക്ക് ആകെപ്പാടെ നാണക്കേടായി. ഉടനെ തന്നെ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയും മകളും വെളിയിലോട്ട് ഇറങ്ങി ചെന്ന് അവരും ചിരിക്കാൻ തുടങ്ങി. ഞാനും ആ വേലിയുടെ അടുത്ത് ചെന്ന് കൊച്ചുകാളി എന്ന് വിളിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങി. കൊച്ചുകാളി ആകെ ചമ്മിപ്പോയി. നോക്കൂ, കൊച്ചുകാളി വിചാരിച്ചു അതാരെന്ന് ചോദിക്കുവാണെന്ന്. പട്ടിയെ അതാർ എന്ന് വിളിച്ചതാ. കൊച്ചുകാളിക്ക് മനസ്സിലായില്ല പട്ടിയെ വിളിച്ചതാണ്. കൊച്ചുകാളിയെ വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചാണ് കൊച്ചുകാളി ഇത്രയും മറുപടി പറഞ്ഞത്. ഞങ്ങളത് എപ്പോഴും ഓർത്ത് ചിരിക്കും. കൊച്ചുകാളിയെ കാണുമ്പോഴേ ചിരി വരും ഞങ്ങൾക്ക്. ചിലപ്പോഴൊക്കെ ഞാൻ കുട്ടിയായിരുന്നുകൊണ്ട് ഞാനും കൊച്ചുകാളിയെ കാണുമ്പോഴേ അതാ എന്ന് പറയും. കൊച്ചുകാളി ചിരിച്ചുകൊണ്ട് പോകും. കുഞ്ഞെ, ചിലപ്പോൾ പറയും, കുഞ്ഞെ തമ്പ്രാട്ടി ആടീനെ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ എന്ന് പറയാറുണ്ട്. ഇപ്പോഴും അത് എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അതാ മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ? ചില ചോദ്യങ്ങളും വാക്കുകളും നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടും. നമ്മൾ വിചാരിക്കും നമ്മളോടാണ് പറയുന്നത്, അല്ലെ നമ്മൾ വേറൊരാളെ വിളിക്കുന്ന കേട്ട് നമ്മളെയാണെന്ന് വിചാരിക്കും. നമ്മളതിന് മറുപടി പറയാൻ ശ്രമിക്കും. നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞാൽ പോലും ചിലപ്പോഴിങ്ങനെ അബദ്ധം പറ്റാറുണ്ട് അല്ലേ? പട്ടിയുടെ പേരും ചോദ്യത്തിൻ്റെ രീതിയും ഒന്നായതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. അത് ഒരു രസകരമായ സംഭവമാണെന്നുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ഇനിയും വീണ്ടും ഒരു കഥയുമായി ഞാൻ എത്തുന്നതാണ്. നിങ്ങൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നന്ദി.